ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഹായം ദൈവത്തിൽ നിന്ന് ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. വിവിധങ്ങളായ കാരണങ്ങളാൽ മക്കളെയോർത്ത് വേദനിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. മക്കളെയോർത്ത് നൊന്ത് നീറിക്കഴിയുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് കർത്താവിൻ്റെ വാഗ്ദാന വചനങ്ങളായി ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മക്കളെ വീണ്ടെടുക്കുന്ന വിമോചനത്തിൻ്റെ അത്ഭുത ശക്തിയായ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുവാനായി പോവുകയാണ്. ഒരു മനസ്സോടെ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ആകുലപ്പെടുവാനും അസ്വസ്ഥമാകുവാനും നമുക്ക് പലവിധ കാരണങ്ങളുണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്തും കൃപയും അഭിഷേകവും നൽകുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കർത്താവിൻ്റെ പ്രോമീസിൽ വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ പരിശുദ്ധ വചനം ജീവൻ നൽകുന്ന വചനമാണ്, സൃഷ്ടിക്കുന്ന വചനമാണ്, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന വചനമാണ്, വീണ്ടെടുക്കുന്ന വിമോചിപ്പിക്കുന്ന വചനമാണ്. കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. 121 സങ്കീർത്തനം 1-2 വചനങ്ങളിൽ സങ്കീർത്തകനായ ദാവീദ് താൻ അനുഭവിച്ച വിവിധങ്ങളായ പ്രതിസന്ധികളുടെ നടുവിൽ തന്നെ വിളിച്ച കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നു വരും? വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ് ദാവീദ് ചോദിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, മക്കളെയോർത്ത് നൊന്ത് നീറിക്കഴിയുന്ന ഒത്തിരി മാതാപിതാക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കുള്ള സഹായം എവിടെ നിന്ന് വരും? ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുഃഖ ദുരിതത്തിൽ നിന്ന് ആര് ഞങ്ങളെ വിമോചിപ്പിക്കും? ഞങ്ങൾ എങ്ങനെയാണ് ഈ സങ്കടം മറക്കുക? ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയാണല്ലോ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത്. മകനെ കുറിച്ച് ഓർക്കുമ്പോൾ, മകളെ കുറിച്ച് ഓർക്കുമ്പോൾ ചങ്ക് പിടയുകയാണ്. ഇപ്രകാരം വേദനിക്കുന്ന അനേക മാതാപിതാക്കള് ചോദിക്കുന്നു, ഞങ്ങൾക്കുള്ള സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആശങ്കപ്പെടുവാനും ആകുലപ്പെടുവാനും നിരവധി കാരണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ എൻ്റെ സഹോദര സഹോദരി, നീ പൂർണ്ണമായും വിശ്വസിക്കുക. ദാവീദ് ചോദിച്ചു, എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും? ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. 2-ാം വചനത്തിൽ എന്താ പറയുന്നത്? എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ശ്രദ്ധിക്കണമേ, സഹായം ദൈവത്തിൽ നിന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മെ സഹായിക്കുവാൻ സർവശക്തനായ കർത്താവുണ്ട്, സർവാധിപനായ ദൈവമുണ്ട്. നമുക്ക് എന്തുമാത്രം പ്രത്യാശ തരുന്ന വചനമാണിത്. മനുഷ്യരിൽ നിന്നല്ല നമുക്ക് സഹായം വരുന്നത്. പലപ്പോഴും
നമ്മൾ സ്നേഹിച്ചവരെ, നമ്മൾ എല്ലാമാണെന്ന് കരുതിയവരെ പല പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സാകെ തകർന്നു പോകാറുണ്ട്. സങ്കീർത്തകനായ ദാവീദിന്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും അരങ്ങേറുകയാണ്. ഇതിന്റെ നടുവിൽ നിന്ന് ദാവീദ് പറയുന്നത്, എനിക്കുള്ള സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന്. എൻ്റെ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഈ വചനം തരുന്ന പ്രത്യാശയിൽ ഹൃദയമുറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രണയക്കെണികളിലും മദ്യപാനത്തിലും കഞ്ചാവിലും മയക്കുമരുന്നിലും ലോകമോഹങ്ങളിലും വഴിവിട്ട പാപത്തിന്റെ മ്ലേച്ഛതകളിലും അനുസരണക്കേടുകളിലും എതിർബുദ്ധി, വിപരീത ബുദ്ധി, അലസത, അശ്രദ്ധ എന്നു വേണ്ട പലവിധ പൈശാചിക പീഡകളാൽ ബന്ധിതരായ നമ്മുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മ തീ ഇറങ്ങുന്ന സമയമാണിത്. സ്വർഗത്തിലെ തീയായി ദൈവത്തിന്റെ റൂഹ കത്തിപ്പടരുന്ന സമയം. അഭിഷേകത്തിന്റെ കാറ്റായി നമ്മുടെ മക്കളുടെ മേൽ വീശി അടിക്കുകയാണ് പരിശുദ്ധാത്മാവ്. സഹോദരങ്ങളെ, വിശ്വസിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2:4 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഒരുമിച്ച വചനം ഉച്ചത്തിലേറ്റു പറഞ്ഞ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. 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 എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ കൃപയാൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് മുദ്ര ചെയ്യുന്ന സമയമാണിത്. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നമ്മുടെ മക്കളെ കർത്താവ് വിമോചിപ്പിക്കുന്ന കൃപയുടെ സമയമാണിത്. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് എംപവർ ചെയ്യുന്ന, ശക്തീകരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമാണിത്. വിശ്വസിക്കുക സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ പ്രോമിസാണ്. വാക്കുമാറാത്ത വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ നമ്മുടെ കർത്താവ് തരുന്ന ഉറപ്പാണിത്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന അനുഭവം, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്ന അനുഭവം നമുക്കൊരു നിമിഷമായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. ദൈവത്തിന്റെ റൂഹ നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ കാറ്റ് നമ്മുടെ മക്കളുടെ മേൽ വീശി അടിക്കട്ടെ. സ്വർഗത്തിന്റെ തീ നമ്മുടെ തലമുറകളിലേ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വ്യാപനം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. പൈശാചിക പീഡകള്, വിപരീത ശക്തികള്, എതിർ ശക്തികള്, അന്ധകാര പോരുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, അനുസരണക്കേടിന്റെ, മറുതലിപ്പിന്റെ, എതിർപ്പിന്റെ പൈശാചിക രൂപികള് യേശുനാമത്തിന് അനന്ത ശക്തിയാ, യേശു രക്തത്തിന് അനന്ത ശക്തിയാ, യേശു വചനത്തിന് അനന്ത ശക്തിയാ, യേശുവിന്റെ തിരുബലിയുടെ അനന്ത ശക്തിയാ ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, മക്കളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മ തീ ഇറങ്ങട്ടെ, തീ പടരട്ടെ. സ്വർഗത്തിന്റെ തീ, ഹോളി ഫയർ, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇരു കരങ്ങളും ഉയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ, വീണ്ടെടുപ്പിന്റെ ശക്തിയായി, വിമോചനത്തിന്റെ ശക്തിയായി, ഡെലിവറൻസിന്റെ ശക്തിയായി ഞങ്ങളുടെ മക്കളിലേക്ക് വരണമേ, ഞങ്ങളുടെ മക്കളിലേക്ക് വരണമേ. പിശാച് ബന്ധിച്ചിരിക്കുന്ന പാപം മ്ലേച്ഛതകളാൽ, പാപത്തിന് വിവിധ കെണികളാൽ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് വീണ്ടെടുപ്പിന്റെ ശക്തിയായി, വിമോചനത്തിന്റെ ശക്തിയായി ഊഹായേ വരണമേ, ഊഹായേ വരണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പവർ, പവർ. ഇരു കരങ്ങളെ യാചനാപൂർവം ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കുക. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഈ പ്രവചന വചനം മറക്കരുതേ, മറക്കരുതേ. നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു.
ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. എല്ലാവരും ഒന്നിച്ചു പാടിക്കേ. ഇത് കർത്താവിന്റെ വചനമാണ്. പ്രിയ മാതാപിതാക്കളെ, അസ്വസ്ഥപ്പെടാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. നിരാശപ്പെടരുത്, വിഷാദിക്കരുത്. കർത്താവ് കൂടെയുണ്ട്. വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ. എല്ലാവരും ഒരുമിച്ച് പാടിക്കേ. അറിവില്ലാത്തൊരു പറവകളെ പോറ്റും കരുണാമയനല്ലോ വത്സലതാതൻ. കർത്താവിന്റെ കരുതലിൽ വിശ്വസിക്കുക, കർത്താവിന്റെ പരിപാലനയിൽ വിശ്വസിക്കുക. ഈശോ, ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. മക്കളെ കുറിച്ച്, തലമുറകളെ കുറിച്ച് വേദന വേണ്ട, നിരാശ വേണ്ട. കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ ദൈവം, അതീവ ശ്രദ്ധാലുവായ ദൈവം. ഈശോ, ആദിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നു. സഹായം ദൈവത്തിൽ നിന്ന്, സഹായം ദൈവത്തിൽ നിന്ന്, സഹായം ദൈവത്തിൽ നിന്ന്, മനുഷ്യരിൽ നിന്നല്ല. എന്റെ സഹോദരങ്ങളെ, സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിന്ന്. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ നിലവിളിക്കുന്നു. കർത്താവേ, കൃപ ചെയ്യണമേ. വീണ്ടെടുപ്പിന്റെ ശക്തി, വിമോചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പകരണമേ. റിലീസ്. ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. വിവിധ ദേശങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സമൂഹങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. ഓ ശിഖല ബുറൂഷിയാ ബീബി റൂക്കുലു ബുറൂഷിഖാ ബാബാ. Mighty power, mighty anointing, mighty anointing, mighty anointing. ഓരോ കുഞ്ഞിലേക്കും, ഓരോ കുഞ്ഞിലേക്കും ഇപ്പോൾ ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ മക്കളെ സമർപ്പിക്കുന്നു. മക്കളെ കുറിച്ചുള്ള ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മേ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ പൈശാചിക പീഡകളും വിട്ടൊഴിഞ്ഞ് അവർ കർത്താവിന്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ പിതാവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവരും സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടൊരു നിമിഷം ഇരിക്കുന്നു. കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി പരിശുദ്ധാത്മാവ് ആലോചന തന്നു. മക്കളെയോർത്ത് വേദനിച്ച് കഴിയുന്ന അനേകം മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് സ്വർഗത്തിൻ്റെ ആലോചന കൊടുക്കുവാനും ആ മക്കളെ വീണ്ടെടുപ്പിൻ്റെ അത്ഭുത ശക്തിയാൽ നിറയ്ക്കുവാനും ഷെക്കേന ന്യൂസിലൂടെ സഹായം ദൈവത്തിൽ നിന്നുള്ള ആ ടൈറ്റിലിൽ ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നത്. നിങ്ങൾ ആ ടൈറ്റിൽ ശ്രദ്ധിച്ചോ? സഹായം ദൈവത്തിൽ നിന്ന്.
മക്കാബയുടെ 2-ാം പുസ്തകം 2 മക്കാബായർ 8-ാം അധ്യായം 23-ാം വചനത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പറയുകയാണ്. എന്താണ്? ദൈവത്തിൻ്റെ ജനം യുദ്ധത്തിനായി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച അടയാള വചനമാണ് സഹായം ദൈവത്തിൽ നിന്നെന്ന അടയാള വാക്കും നൽകി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളിലും വേദനകളിലും നമ്മെ സഹായിക്കുവാൻ സർവശക്തനായ ദൈവമുണ്ട്. നമ്മുടെ മക്കളെ ഓർത്ത് വേദനിച്ച് നരകതുല്യമായി ജീവിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, നിങ്ങളെ കണ്ണുനീരും കഷ്ടപ്പാടും വേദനയും നൊമ്പരവും അറിയുന്നൊരു ദൈവം നമ്മോടൊപ്പമുണ്ട്. കർത്താവായ യേശു നമ്മെ സഹായിക്കുവാൻ അവിടുത്തെ കരങ്ങൾ ശക്തങ്ങളാണ്. നമ്മെ വിടുവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ അഭിഷിക്തമാണ്. നമ്മുടെ മക്കൾ അവർ നേരിടുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും അവരെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ കൃപയുള്ളതാണ്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വചനത്തിൽ ആ മഗ്ദലേന മറിയത്തെ നോക്കി കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യേശു അവളോട് ചോദിച്ചു. എന്താ കർത്താവ് ചോദിച്ചത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ മക്കളെയോർത്ത് കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന, സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റാതെ ജീവിതം നീറി പുകയുന്ന അനേക മാതാപിതാക്കളെ നോക്കി ഇന്ന് കർത്താവ് ഈ ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എന്തിനാണ് കരയുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണീര് കാണാതെ പോകുന്നവനല്ല കർത്താവായ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് കാണുന്നവൻ, നമ്മുടെ കണ്ണുനീരിനെ മാനിക്കുന്നവൻ, നമ്മുടെ കണ്ണുനീരിനെ ആദരിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു. മറിയത്തെ നോക്കി കർത്താവ് ചോദിച്ചില്ലേ, സ്ത്രീ, നീ എന്തിനാ കരയുന്നത്? ഇന്ന് അനേക മാതാപിതാക്കളോട് ഇതേ ചോദ്യം കർത്താവ് ആവർത്തിക്കുക. നമുക്ക് പറയാനുണ്ട്, കർത്താവേ, ഞങ്ങൾ ഇന്ന് കരയുന്നത് ഞങ്ങളുടെ മക്കളെ കുറിച്ച്. അവരുടെ മദ്യപാനം, അവരുടെ പ്രണയക്കണികളിൽപ്പെട്ട് അന്യമതങ്ങളിലേക്ക്, അന്യവിശ്വാസങ്ങളിലേക്കും ഒരിക്കലും കർത്താവിൻ്റെ ആത്മാവിനെ ചേരാത്ത, യോഗ്യമല്ലാത്ത അശുദ്ധ ബന്ധങ്ങളിൽപ്പെട്ട് ഞങ്ങളുടെ മക്കൾ അനേകർ വീണ് പോയിരിക്കുന്നു. കഞ്ചാവും മയക്കമരുന്നും എതിർപ്പും അനുസരണക്കേടും മറുതലിപ്പും മൂലം ഒത്തിരി മക്കൾ ഇന്ന് ഒരുപാട് നാശത്തിലേക്ക് പോകുന്നു. കർത്താവെ, ഞങ്ങൾ കരയുന്നത് ഞങ്ങളുടെ മക്കളെ ഓർത്താണ്. ഞങ്ങൾ കരയുന്നത്, ഞങ്ങൾ കണ്ണുനീരൊഴുക്കുന്നത് ഞങ്ങളുടെ തലമുറകളെ പ്രതിയാണ്. സഹോദരങ്ങളെ, ഈ കരച്ചിലിൽ കർത്താവിന് നമ്മോട് പറയാനുള്ള പ്രവചന വചനം എന്താണ്? ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ഇത് നമുക്കുള്ള പ്രവചന വചനമാണ്. സ്വർഗത്തിന്റെ ദൂതാണിത്. ജെറമിയ പ്രവചനം 31-ാം അധ്യായം 16-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. അതേ മക്കളെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞ് നമ്മുടെ ജീവിതം നരകതുല്യമാക്കരുതേ. എന്താണ് കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മോട് പറയുന്നത്? കരച്ചിൽ നിർത്തുക, കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. നിന്റെ കണ്ണുനീർ മാറ്റി അവിടുന്ന് നിനക്ക് എന്ത് നൽകും? നിന്റെ യാതനകൾക്ക് പ്രതിഫലം നൽകും. നിന്റെ കഷ്ടപ്പാടുകൾക്കും, നിന്റെ കണ്ണുനീരുകൾക്കും, നിന്റെ ദുഃഖ ദുരിതങ്ങൾക്കും കർത്താവ് പ്രതിഫലം നൽകും. ഈ പ്രവചന വചനത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഉച്ചത്തിൽ
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിലും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, മക്കളെക്കുറിച്ച് നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ആ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജായിട്ട് അയയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക, ടെക്സ്റ്റ് അയയ്ക്കുക. ഇത് ലൈവ് ശുശ്രൂഷയാണ്. നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുക ഇനിയുള്ള സമയങ്ങളിൽ. ഇപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് അയക്കാനായിട്ട് ഒരുങ്ങണം. ഇപ്പോൾ ഇതാ നമുക്ക് ഒരു ഒത്തിരിയേറെ കോളുകൾ, ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ. ഒന്ന് ഷെഖേന ഓഫീസിലേക്ക്, ഈ നമ്പറിലേക്ക് ഒത്തിരി മക്കൾ വിളിച്ചിട്ടുണ്ട്. ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ. എൻ്റെ സഹോദരങ്ങളെല്ലാം കാണുമ്പോൾ ചങ്ക് പിടയുകയാണ്. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ തലമുറയ്ക്ക് എന്തുകൊണ്ട് ഈ തകർച്ച സംഭവിക്കുന്നത്? എൻ്റെ സഹോദരങ്ങൾ അസ്വസ്ഥരാകേണ്ട. ഉത്തരം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അവിടത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ സമയം ഒരു കോള് ഞാൻ എടുക്കുകയാണ്. കാരണം പലരെയും നമുക്ക് അവരെ വിളിക്കണം. ഒത്തിരിയേറെ പേര് വേദനിക്കുകയാണ്. ഒരു സഹോദരി വിളിക്കുകയാണ്. നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരി, എന്തിനെ ഓർത്താ ഭാരപ്പെടുന്നത്? എന്റെ ഭർത്താവിന്റെയും മകന്റെയും പേരിൽ ഒരു കേസ് ഉണ്ട്. 2019 ഉള്ള കേസാണ്. അപ്പൊ അത് ഇനിയിപ്പോ വിളിച്ചിട്ടുള്ളത്, ഇത്രയും നാള് പോയിട്ട് ഇപ്പൊ ഇനി 18-ാം തീയതി വീണ്ടും കോടതിയിലേക്ക് ചെല്ലണം. കേസുള്ള ദിവസം. കള്ളക്കേസാണോ? അത് അവർക്ക് കള്ളക്കേസ് മോന്റെയും പപ്പയുടെ പേരിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് അവർക്ക് നിരപരാധിയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവർ ഇവരെ ദുരുപയോഗം ചെയ്തു. മകൻ എന്ത് പ്രായമുണ്ട്? 24 വയസ്സ്. അവനൊന്നും പുറത്തേക്ക് പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ പെട്ടുകിടക്കുക. അവന് പഠിക്കാനും മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല. ഇപ്പൊ ജോലിക്ക്, നാട്ടിലൊരു ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് പപ്പനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ അവന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഈ കേസ് കാരണം അവന് മറ്റ് പുറത്തേക്ക് യാത്ര ചെയ്യാനോ മറ്റു കാര്യങ്ങളിലേക്ക് പോകാനോ സാധിക്കുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ബ്രദറെ. ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകൾ നമുക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് അത് ഈശോയ്ക്ക് സമർപ്പിക്കാം കേട്ടോ. എന്താണെങ്കിലും ഈ മകൻ്റെ പേരിലും ഭർത്താവിൻ്റെ പേരിലുള്ള ഈ കള്ളക്കേസ്, അത് ഒരിക്കലും അവർ ചെയ്തിട്ടുള്ളതല്ല. ആ കേസിൻ്റെ മേൽ കർത്താവിൻ്റെ അത്ഭുത കരം വരാൻ വേണ്ടി, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളും, എൻ്റെ എല്ലാ സഹോദരങ്ങളും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇതുപോലെ തെറ്റ് ചെയ്യാതെ പലവിധ കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അനേകം മക്കളുണ്ട്. ദൈവത്തിന്റെ തീ അവരിലേക്ക് ഇറങ്ങട്ടെ. ആ കേസിന് മേൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ആ കുരുക്ക് പഴിയട്ടെ. ആ കെട്ട് പൊട്ടട്ടെ. ആ ബന്ധനം തകരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫയർ കടന്നു വരട്ടെ. ഒന്നിച്ച് കരമുയർത്തി സ്തുതിക്കുന്നു. ഈശോയെ, ഈ സഹോദരിയോട് കുടുംബത്തോട് കരുണ കാണിക്കണമേ. അവളുടെ കുഞ്ഞിനോട് കരുണ കാണിക്കണമേ. ആ ഹസ്ബൻഡിനോട് കരുണ കാണിക്കണമേ. ആ കുടുംബത്തിലേക്ക് കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ പീഡകളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആയിരങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ചു വിളിക്കാം. ഈശോയെ, കരുണ കാണിക്കണം. ഇതുപോലെ വേദനിക്കുന്ന അനേകം കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മ ശക്തി ഇറങ്ങട്ടെ. കള്ള കേസിന്റെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 54:17 ആ കെട്ടിനെ, ആ മുഖത്തെ ഒട്ടിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒത്തിരിയേറെ മക്കൾ ഇതുപോലെ കണ്ണുനീര് തകർന്ന് കള്ളക്കേസുകൾ, മദ്യപാനം, പ്രണയബന്ധങ്ങൾ, പാപത്തിൻ്റെ മ്ലേച്ഛതകൾ, അശുദ്ധ ജീവിതം, അനുസരണക്കേട്, ലോകത്തിന് വിവിധ കെണികളിൽപ്പെട്ട് നശിക്കുന്ന അനേക മക്കളെ ഓർത്ത് എന്തുമാത്രം മാതാപിതാക്കളെ വേദനിക്കുന്നത്.
എൻ്റെ സഹോദരങ്ങൾ, ഈ വേദനയുടെ നടുവിൽ കർത്താവ് നമുക്ക് തരുന്ന പ്രോമീസ്, വാഗ്ദാനം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കണമേ. 34-ാം സങ്കീർത്തനം 18-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് ആർക്കാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്? ഹൃദയം തകർന്നവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മക്കളെയോർത്ത് ഹൃദയം തകർന്ന് ഹൃദയം നൊന്തിരിക്കുന്ന ഓരോ അപ്പനെയും ഓരോ അമ്മയെയും ഓരോ സഹോദരനെയും സഹോദരിയെ നോക്കി സർവശക്തനായ കർത്താവ് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥനാണ്, ഞാൻ വളരെ ക്ലോസ് ആണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഈ വേദന നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. എൻ്റെ മാതാപിതാക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും ഒരു അപ്പനാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ പ്രതിയുള്ള ഈ മാനസിക പീഡകളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ സഹായിക്കുവാൻ കർത്താവുണ്ട്. സഹായം ദൈവത്തിൽ നിന്ന്. അത് വിശ്വസിക്കുക. ഈ പ്രവചന വചനം വിശ്വസിക്കുക. സഹായം ദൈവത്തിൽ നിന്ന്. നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഇനി എൻ്റെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീയിറങ്ങുവാൻ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന വിവിധങ്ങളായ പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, തിന്മയുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞ് നമ്മുടെ മക്കൾ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകാൻ, അവർ വിശ്വാസത്തിൻ്റെ തീപന്തങ്ങളാകാൻ, കുടുംബത്തിനും മാതാപിതാക്കൾക്കും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹങ്ങളായി മാറാൻ പരിശുദ്ധാത്മ തരുന്ന ചില വഴികൾ ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം വചനത്തിൽ നിന്ന്. ഒന്നാമതായി നിങ്ങൾ തിരിച്ചറിയുക, മാതാപിതാക്കളുടെ പേരൻസിൻ്റെ വിശ്വാസം നമ്മുടെ മക്കളിലേക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ അപ്പനും അമ്മയും സംശയിക്കാതെ, ചഞ്ചലപ്പെടാതെ കർത്താവിൻ്റെ വചനങ്ങളിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കണം. നിങ്ങൾ അവിശ്വസിക്കരുത്, സംശയിക്കരുത്, ചഞ്ചലപ്പെടരുത്. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും? സംഭവിക്കും. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കളിലേക്ക്, തലമുറകളിലേക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നു. ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, അവിടെ 22ഉം 23 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ പ്രദേശത്തു നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്രൻ, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. കണ്ടു, പിശാച് ബാധയുള്ള, പിശാചിനാൽ ആക്രമിക്കപ്പെടുന്ന തൻ്റെ മകളെക്കുറിച്ച് വേദനിക്കുന്ന ഒരു അമ്മയുടെ അനുഭവമാണ് പരിശുദ്ധ വചനം പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, 23-ാം വചനത്തിൽ എന്താ പറയുന്നത്? എന്നാൽ ഈശോ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. കർത്താവ് ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ചില സമയത്ത് തോന്നും, എന്താ കർത്താവ് പ്രാർത്ഥന കേൾക്കാത്തത്? ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും എന്താ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാത്തത്? എന്തൊരു ഉത്തരം കിട്ടാത്തത്? എന്തെൻ്റെ മക്കളിലുള്ള പൈശാചിക പീഡകൾ വിട്ടൊഴിയാത്തത്? എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കിതുപോലെ തോന്നും. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയാണ്, ഈശോ ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്നാൽ 25-ാമത്തെ വചനം എന്താ പറയുന്നത്? എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ. നമ്മളിതാ ചെയ്യേണ്ടത്. നിരന്തരം കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക. ആ പാവപ്പെട്ട അമ്മ കർത്താവിൻ്റെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവൾ പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ. ഈ ദുരിതത്തിൽ, എൻ്റെ മകളെക്കുറിച്ചുള്ള ഈ സങ്കടത്തിൽ, ഈ വേദനയിൽ, ഈശോയെ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട അമ്മ നിലവിളിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിച്ചാൽ, വിശ്വാസത്തോടെ നിലവിളിച്ചാൽ, ഞാൻ ഉറപ്പ് പറയുന്നു, സഹായം
ദൈവത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അമ്മ ഇത് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാറില്ല. 26, 27 വചനങ്ങൾ എന്താ പറയുന്നത്? അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത്. കണ്ടു, 27ാമത്തെ വചനം വായിച്ച്. അവൾ പറഞ്ഞു അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീടുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ശ്രദ്ധിക്കണമേ, അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഇവളുടെ വിശ്വാസം കണ്ട നിമിഷത്തിലെ 28ാമത്തെ വചനം പെട്ടെന്ന് നമുക്കതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ നല്ലതാട്ടോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ വിശ്വാസം നീ വലുതാണ്. ആ അമ്മയെ നോക്കി ഈശോ പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാണ് മകളെ, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ അമ്മയുടെ വിശ്വാസം പിശാച് പീഡയിൽ നിന്ന്, പൈശാചിക രൂപിയിൽ നിന്ന് ആ മകളെ വിടുവിക്കുകയാണ്. കർത്താവ് വീണ്ടെടുക്കുകയാണ്. എൻ്റെ അമ്മമാരെ, എൻ്റെ അപ്പന്മാരെ, പ്രിയ മാതാപിതാക്കളെ, വിശ്വാസത്തോടു കൂടിയുള്ള നിലവിളിക്ക്, വിശ്വാസത്തോടു കൂടിയുള്ള കണ്ണുനീരിന് കർത്താവിന്റെ സന്നിധിയിൽ വലിയ വിലയുണ്ട്. അത് നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് സൗഖ്യത്തെ കൊണ്ടുവരും, അത്ഭുതങ്ങളെ കൊണ്ടുവരും, അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒന്നും കൂടി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമുക്ക് മറ്റൊരു ഒത്തിരി കോളുകൾ വരുന്നുണ്ട് എങ്കിലും അതിലെ ഒരു കോള് നമുക്ക് ഈ സമയം എടുക്കാം. നമുക്ക് സ്നേഹത്തോടെ നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരി, നമ്മൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് വിഷയം? മകൾക്ക് ദൈവഭക്തി തീരെ ഇല്ല ബ്രദറെ, ദൈവാശ്രയവും അവൾക്കില്ല. ഓ, ദൈവഭക്തി നഷ്ടപ്പെട്ടു, ദൈവഭയം നഷ്ടപ്പെട്ടു. അതെ, ഒന്നും അനുസരണ എന്ന് പറയണതില്ല. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നതാണ് കുട്ടി. ഫോൺ അവൾക്കിപ്പോ കൊടുക്കണില്ല. ഫോണിൽ ഗെയിമും മറ്റു അഡിക്ഷൻ ആണോ? ഫോണിൽ അഡിക്ഷൻ ആയിരുന്നു. പഠിക്കാൻ മിടിക്കുകയാണ് അവള്. പഠിക്കാൻ നല്ല മിടിക്കുകയാണ്. പക്ഷെ അവൾക്ക് ദൈവഭയം കണ്ടു. പഠിക്കാൻ മിടിക്കുകയാണ്, പക്ഷെ ദൈവഭയം ഇല്ലെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും. അത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ നശിപ്പിക്കും. അമ്മച്ചി വിഷമിക്കേണ്ട, സഹോദരി വിഷമിക്കേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കണ്ടു, ഇപ്പം നമ്മൾ വചനത്തിൽ കണ്ടില്ല, കാനാൻകാരി സ്ത്രീ, ആ പാവപ്പെട്ട അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ കുഞ്ഞിനെ ഈശോ അനുഗ്രഹിച്ചു. ആ പൈശാചിക പീഡയിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുത്തു. വിശ്വസിക്കുന്നുണ്ടോ? ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം നമുക്ക് ആ മകൾക്ക് ഇതുപോലെ ദൈവഭയം നഷ്ടപ്പെട്ട് അനുസരണക്കേട് കാണിച്ച് ലോക വഴിയിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. കണ്ടു, അമ്മയുടെ വേദന കണ്ടു, അമ്മയുടെ കണ്ണീര് കണ്ടു. 10ാം ക്ലാസ്സിലാണ് കുഞ്ഞായിട്ടുള്ളൂ, പക്ഷേ അവൾക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ആകൃഷ്ടയാകുന്നു. ഇതുപോലെ അനേക മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആ മക്കളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുവാൻ, ആ മക്കളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക കെട്ടുപൊട്ടുവാൻ, നരകത്തിന്റെ ബന്ധനം അഴിയുവാൻ, ഇവിടെയുള്ള എല്ലാ പീഡകളും വിട്ടൊഴിഞ്ഞു പോകുവാൻ നമ്മൾ ഒന്നിച്ച് കരമുയർത്തി കർത്താവായ യേശുവിന്റെ നാമം വിളിച്ച്, യേശു നാമത്തിന് അത്ഭുത ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുന്നു. ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച ഈശോ സ്തുതിക്കുന്നു. ഓ, സ്തുതിക്കുന്നു. ക്രമൊഴുകട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. മക്കളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. അനുസരണക്കേടിന്റെ പൈശാചിക അരൂപി വിട്ടൊഴിഞ്ഞു പോകട്ടെ. എതിർപ്പിന്റെ അലസതയുടെ, ലോകമോഹത്തിന്റെ ലോക അരൂപി, സ്പിരിറ്റ് ഓഫ് വേൾഡ് യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. മക്കളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഈശോയെ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, അടയാളങ്ങൾ ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം മാതാപിതാക്കൾ ഇതുപോലെ വേദനിക്കുന്നത്. അനുസരണക്കേടും തെറ്റായ ജീവിതവും ദൈവഭയം നഷ്ടപ്പെട്ടതും വിശ്വാസമില്ലാത്തതും പലവിധ മ്ലേച്ഛതകളും ലോകബന്ധനങ്ങളും മൂലം മക്കളുടെ ജീവിതം കണ്ട്
കണ്ണുനീരൊഴുക്കുന്ന അനേകം മാതാപിതാക്കൾ. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കളെ സുഖപ്പെടുത്തും. ഏത് ബന്ധനവും ഏത് പൈശാചിക പീഡയാകട്ടെ, ആ കെട്ടുപൊട്ടിച്ച് ആ ബന്ധനമഴിച്ച് നമ്മുടെ മക്കളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ കഴിയുന്നവനാണ് കർത്താവായ ഈശോ. അവിടുത്തെ പരിശുദ്ധാത്മാവ്. വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഉച്ചത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. രണ്ടാമത് എൻ്റെ മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പേരൻസിൻ്റെ ജീവിത വിശുദ്ധി നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഒന്ന് നമ്മൾ കണ്ട് നമ്മുടെ പേരൻസിൻ്റെ വിശ്വാസമാണ്, ഫെയ്ത്താണ്. അത് അമ്മയുടെ മാത്രമല്ല, അപ്പൻ്റെയും നമുക്ക് കാണാൻ പറ്റും. ജായറോസ് എന്ന് പറയുന്ന അപ്പൻ കർത്താവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകള് മരണകരമായ ഒരു അവസ്ഥയിലാണ്, അവൾ മരിക്കാറായി കിടക്കുകയാണ്, അങ്ങ് വന്ന് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം. അപ്പൻ്റെ കണ്ണീര് കണ്ട്, അപ്പൻ്റെ വിശ്വാസം കണ്ട് ഈശോ അവൻ്റെ കൂടെ പോവുകയാണ്. ആ യാത്രയിൽ അവർ ആ വാർത്ത അറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ഈ സമയത്ത് അപ്പനെ നോക്കി എന്താ കർത്താവ് പറഞ്ഞത്? മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാം വചനത്തിൽ യേശു പറഞ്ഞു. എന്താ ഈശോ പറഞ്ഞത്? അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട്, അപ്പനോട് പറയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരുമിച്ച് ആ വചനം ഏറ്റു പറഞ്ഞേ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് അനേകം മാതാപിതാക്കൾ നോക്കി കർത്താവ് ഈ വചനം ആവർത്തിക്കുകയാ. നിന്റെ മകനെ ഓർത്ത്, മകളെ ഓർത്ത് നീ അസ്വസ്ഥപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട. വിശ്വസിക്കുക, എൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, എൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, ഞാൻ നൽകുന്ന അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക, എൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. സഹോദരങ്ങളെ, യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം. സംഭവിച്ചെന്താണ്? ഈശോ ആ ഭവനത്തിലേക്ക് പ്രവേശിച്ച് ആ കുഞ്ഞിനെ കരം പിടിച്ച്, മരിച്ചു കിടക്കുക ആ കുഞ്ഞിനെ കരം പിടിച്ച് അവളോട് പറഞ്ഞു, തലിത്താക്കും, ബാലികേ എഴുന്നേൽക്ക്. 42-ാം വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. കണ്ടു, മരണപ്പെട്ട പെൺകുട്ടി ജീവനിലേക്ക് വരികയാണ്. ആ അപ്പൻ്റെ വിശ്വാസം മൂലമാണ്. സഹോദരങ്ങളെ, മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ വിശ്വാസം മൂലമല്ല, അവളുടെ അപ്പൻ്റെ വിശ്വാസം മൂലം. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ വിശ്വാസത്തിന് ദൈവസന്നിധിയിൽ വളരെ വിലയുണ്ട്. ഓരോ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി വിശ്വസിച്ച് കണ്ണുനീരോടെ നിലവിളിച്ചാൽ നമ്മുടെ മക്കളെ സുഖപ്പെടുത്തുവാൻ, വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ ശക്തി നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങി വരും. ഈ 2 സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഈ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്ത് സ്തുതിക്കുന്നു. ഞാൻ വേറെ അനുഭവങ്ങളിലോട്ടൊന്നും പോകാത്തതിന് കാരണം നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവവചനം നിങ്ങൾ ഭക്ഷിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ ഹൃദയമുറപ്പിക്കുക, ദൈവവചനത്തിൻ്റെ അഭിഷേകം ഏറ്റെടുക്കുക, തലമുറകൾക്ക് വേണ്ടി, മക്കൾക്കായി. രണ്ടാമത്തൊരു കാര്യം മാതാപിതാക്കന്മാരുടെ ജീവിത വിശുദ്ധിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പേരൻസായ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു ജീവിത വിശുദ്ധിയുണ്ട്. നമ്മുടെ മക്കളിൽ പരിശുദ്ധാത്മാവിനെ തീയിറങ്ങാൻ, ഇനി അവർ ഏത് ബന്ധനത്തിലാകട്ടെ, മാനുഷികമായി പറഞ്ഞാൽ ചിലപ്പോൾ അവരെ രക്ഷിക്കുവാനോ അവരെ വീണ്ടെടുക്കുവാനോ തിരിച്ചു കൊണ്ടുവരുവാനോ കഴിയാത്ത വിധം പാപത്തിൻ്റെ പടുകുഴിയിലോ മ്ലേച്ഛതയുടെ തീരാബന്ധനത്തിലായിക്കൊള്ളട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ, നമ്മുടെ മക്കൾ ദൈവശക്തി അനുഭവിക്കാൻ, എൻ്റെ മാതാപിതാക്കളെ, നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം. മാതാപിതാക്കളുടെ ജീവിത വിശുദ്ധി മക്കളിലേക്ക് വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ ശക്തിയെ കൊണ്ടുവരും. അവരഭിഷേകം കൊണ്ട് നിറയും. വലിയ അനോയിൻറ്റിങ് ഉണ്ടാകും. ഇത്
ചുമ്മാ തമാശ പറയല്ല, ഒരു നേരം പോക്കിന് പറയല്ല. നമ്മുടെ മക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങും. അവർ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവരുടെ മേലുള്ള പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകും. നരകത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിപ്പോകും. എൻ്റെ സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം ഇത് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ കാണാൻ പറ്റും. അവിടെ എന്താ പറയുന്നത്? ഈശോയുടെ പ്രാർത്ഥനയാണ്, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ പറയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സാക്ഷാൽ ദൈവമായിരുന്ന ദൈവപുത്രനായിരുന്ന ഈശോയ്ക്ക് തന്നെ തന്നെ വിശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈശോയെ വിശുദ്ധീകരിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ മക്കൾ അഭിഷേകമുള്ളവരാകാൻ, പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകാൻ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മളെ തന്നെ നമ്മൾ വെറുതെ കരഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ നിലവിളിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മോട് പറയാ, ഒരപ്പനെയോ അമ്മയെ നോക്കി എന്താ പരിശുദ്ധാത്മ പറയുന്നത്? മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, മക്കളുടെ മേൽ അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങാൻ വേണ്ടി മാതാപിതാക്കൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നമ്മൾ കുടുംബത്തിൽ നയിക്കണം. ശിലുക്കാട് സുവിശേഷം 1:6 പറയുന്നുണ്ട്, അങ്ങനെ വിശുദ്ധീകരണത്തിന് ജീവിതം നയിച്ച ഒരു കുടുംബത്തെ കാണാം, ദമ്പതിമാരെ കാണാം. അത് സക്രിയായും എലിസബത്തുമായിരുന്നു. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ ജീവിച്ചു, ദൈവത്തിൻ്റെ മുൻപിൽ നീതിയോടെ ജീവിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർ കൃപയോടെ ജീവിക്കുകയാണ്. അവരിൽ എന്താ സംഭവിച്ചത്? അവിടെ മകൻ എന്താ സംഭവിച്ചത്? ശിലുക്കാട് സുവിശേഷം 1-ാം അധ്യായം 15-ഉം 16-ഉം വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ശ്രദ്ധാപൂർവ്വ വചനം വായിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ മകനെ കുറിച്ച് പറയും. അപ്പൊ നമ്മുടെ മക്കൾ അഭിഷേകം പ്രാപിക്കും, നമ്മൾ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എത്ര വലിയ പൈശാചിക ബന്ധനമാകട്ടെ, ആ ബന്ധനത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് കർത്താവ് നമ്മുടെ മക്കളെ വീണ്ടെടുക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയും. നമ്മുടെ മക്കൾ അഭിഷേകമുള്ളവരാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ തീയുള്ളവരാകും. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? മാതാപിതാക്കൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ, ജീവിത വിശുദ്ധി പാലിക്കുമ്പോൾ ഇത് സംഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടിയുള്ള ഈ ശുശ്രൂഷയിലെ, മക്കളുടെ വീണ്ടെടുപ്പിനും വിടുതലിനും വേണ്ടിയുള്ള ഈ ശുശ്രൂഷയിലെ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കളെന്ന നിലയിൽ നമ്മൾ ജീവിത വിശുദ്ധി പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മ തീയിറങ്ങും. വിശ്വസിക്കുന്ന കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് സ്തുതിക്കുന്നു. അനേകം കോളുകൾ വരുന്നുണ്ടെങ്കിലും അതിലൊരു കോള് നമുക്ക് എടുക്കാം. ഒത്തിരി കോളുകൾ നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, എന്തുമാത്രം മാതാപിതാക്കളെ വേദനിച്ച് കഴിയുന്നത്, നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി, ഹലോ. ഹലോ, ഞാനിവിടെ അർത്തിങ്കിൽ നിന്ന് വിളിക്കുവാണ്. അർത്തുങ്കിൽ അല്ലേ? എന്റെ പേര് ഷൈനി സജി എന്നാണ്. എന്താ വിഷയം സഹോദരി? എന്റെ മകന് വേണ്ടിയാണ്. എന്റെ മകൻ അറിയാതെ ഒരു കേസിൽ പെട്ടുപോയി. എന്റെ മകൻ നിരപരാധിയാണ്. അവനൊന്ന് പിടിച്ചു മാറ്റാൻ എന്താണ്? അവനിപ്പോ 2 മാസമായി ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട്. 2 മാസമായിട്ട് അവൻ വീട്ടിലില്ലേ? വീട്ടിലില്ല. എന്റെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പരീക്ഷ അടുത്ത മാസം. അവൻ എന്ത് പ്രായമുണ്ട്? അവന് 20 വയസ്സേ ഉള്ളൂ. എന്റെ കുഞ്ഞിന് ഈ മാർച്ച് വന്നപ്പോഴാണ് 20 വയസ്സായത്. 20 വയസ്സായി അവന് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണല്ലേ? ഇപ്പൊ 2 മാസമായിട്ട് അവൻ വീട്ടിലില്ലേ?
ദൈവമേ, ഇല്ല. വിഷമിക്കേണ്ട സഹോദരി, വിഷമിക്കേണ്ട. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ കെട്ടുപാടിൽ നിന്നും നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തി. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കേട്ടോ. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം 54 അധ്യായം 17 വചനം മകൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഈ കള്ളക്കേസിൽ നിന്ന് ആ കുഞ്ഞെ വിടുതൽ പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ ഈ വചനം സഹോദരി എന്നും ഏറ്റുപറഞ്ഞ് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക. മറക്കരുത്. യെശയ്യാ പ്രവചനം 54 അധ്യായം 17 തിരുവചനം. ഇത് കർത്താവിന്റെ വലിയൊരു പ്രോമിസാണ്. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. അതൊരു പ്രവചന വചനം കേട്ടോ. അപ്പൊ വിശ്വസിച്ച്, നമ്മൾ വചനത്തിൽ കേട്ടില്ലേ, നമ്മൾ വിശ്വസിച്ച് നിലവിളിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. മകന്റെ പേരെന്താ? അവന്റെ പേര് അജയ് എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും കണ്ടു ആ സഹോദരി വേദന നമ്മുടെ എല്ലാവരുടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്നോട് മാത്രമല്ല, 10,000ങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇതുപോലെ ഒത്തിരി മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്. നമ്മുടെ അനേകം കുടുംബങ്ങൾ ഇതുപോലെ കണ്ണീരൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കളെ ഓർത്ത് ചങ്ക് തകർന്നിരിക്കുന്നവരെ, മനസ്സ് നൊന്ത് നീറി കഴിയുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ കണ്ണുനീരോട് ചേർന്ന് കർത്താവിന്റെ നാമം വിളിച്ച് പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുവാൻ, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ, കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഒരുമിച്ച് വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടഴിയട്ടെ. പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. അഭിഷേകമാകട്ടെ, തീയറകട്ടെ. ദൈവത്തിന്റെ തീ കത്തട്ടെ. സ്തുതിക്കുന്നു. ക്രമൊഴുകട്ടെ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കളെ, കർത്താവിൻ്റെ വചനത്തിൽ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക. ഓരോ പ്രതിസന്ധി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് അസ്വസ്ഥതയുണ്ട്. ശരിയാണ്. പക്ഷേ നമ്മുടെ കർത്താവ് അതിനേക്കാൾ എത്രയോ വലിയവനാണ്. സഹായം ദൈവത്തിൽ നിന്ന്. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമത് പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ള, മാതാപിതാക്കളോട് പറയാനുള്ള പ്രധാന സന്ദേശം എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക്, ഹൃദയനുറുക്കത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മക്കളെ വിടുവിക്കുവാനും വീണ്ടെടുക്കുവാനുമുള്ള അത്ഭുത ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം, ഫസ്റ്റ് സാമുവേൽ, അവിടെ 1-ാം അധ്യായം 10-11 വചനങ്ങളിൽ ഒരു അമ്മയെ കാണാം. അത് ഹന്ന എന്നാണ് അവളുടെ പേര്. ഹന്ന, അവൾ എന്താ ചെയ്യുന്നത്? അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടു. അവൾ കരഞ്ഞത് ഒരു കുഞ്ഞിനു വേണ്ടിയാണ്. എൻ്റെ മാതാപിതാക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. നിന്റെ യാതനകൾക്ക്, നിന്റെ കഷ്ടപ്പാടുകൾക്ക്, നീ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ പ്രോമിസാണ്. പരിശുദ്ധാത്മാവ് തരുന്ന പ്രവചന വചനമാണ്. ഇവിടെ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നിങ്ങൾ ഹൃദയം നൊന്ത് കരമുയർത്തി യേശുവേന്ന് മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും. അവർ ബന്ധിതമായിരിക്കുന്ന ഏത് പ്രതിസന്ധിയാവട്ടെ, ആ പ്രതിസന്ധിയെ പൊട്ടിച്ച് നമ്മുടെ മക്കളെ വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ആ കരങ്ങൾ ഇന്നും കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയാണ്, 11-ാമത്തെ തിരുവെഴുത്ത്, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട്
അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, 20-ാമത്തെ വചനത്തിലോട്ട് നിങ്ങൾ വരിക. അവൾ ഗർഭം ഈ ധരിച്ച് ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് നൽകിയ പ്രതിഫലം എന്താണ്? 20-ാമത്തെ വചനം പറയുന്നു, അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അവനെ സാമുവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ആ അമ്മയുടെ കണ്ണുനീരിനെ, ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗം നൽകി ഉത്തരമായിരുന്നു സാമുവേൽ എന്ന പ്രവാചകൻ. സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 2:26. ബാലനായ സാമുവേലാകട്ടെ കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈ വചനത്തിന്റെ കൃപ നമ്മുടെ മക്കളിലേക്ക് കർത്താവ് പകരും. കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും അനുഗ്രഹങ്ങളായി നമ്മുടെ മക്കൾ വളർന്നു വരുമാറും ദൈവ കൃപ കൊണ്ട് സ്വർഗം അവരെ അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മ അവരെ മുദ്രവയ്ക്കും. അമ്മയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന, ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന, അത് പാഴായി പോവില്ല. അത് ഫലരഹിതമായി പോകാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ വിശ്വസിച്ചോ, എന്റെ മാതാപിതാക്കളെ വിശ്വസിച്ചോ, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഒരു വചനം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താ വചനം പറയുന്നത്? 1 സാമുവേൽ 3:19. അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. കർത്താവ് സാമുവേലിനെ അനുഗ്രഹിച്ചു. ദിനംതോറും അവൻ അഭിഷേകം ചെയ്തു. കർത്താവ് അവനെ ശക്തിപ്പെടുത്തി. സാമുവേല് വലിയൊരു പ്രവാചകനായിട്ട് മാറി. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ കാരണം എന്താണ്? ആ മാതാപിതാക്കളുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്, ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു കോളും കൂടി നമുക്ക് എടുക്കാം. നമുക്ക് ഈ ശുശ്രൂഷ സമയത്ത് ദൈവമേ, വളരെയധികം വേദനിച്ച് സങ്കടപ്പെടുന്ന ഒരു അപ്പൻ സഹോദര. പ്രൈസ് ദി ലോർഡ്. എന്താ സഹോദര? ബ്രദറെ, എന്റെ മകന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ടായിരുന്നു. എന്ത് പറ്റി? എന്തിനു ഓർത്താ ഭാരപ്പെടുന്നത്? എന്താണ് വിഷയം? അവന് പോളിടെക്നിക്ക് പഠിച്ചിട്ട് അവന് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ഓക്കെ. അവന് ഇപ്പൊ ചെന്നൈയിലാണ്. അത് തന്നെയല്ലേ ഈ പോളിടെക്നിക്ക് തമിഴ്നാട്ടിലാണ് പഠിക്കാൻ പോയത്. തമിഴ്നാട്ടിലാണ് പഠിച്ചത്. ആ പഠിക്കാൻ പോയപ്പോ മുതല് അവന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പള്ളിയിലും പോകത്തില്ല പറഞ്ഞ് അതിന്റെ പേരിൽ ഒത്തിരി വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ധിക്കാര മനോഭാവമാണ്. ഇപ്പൊ അവന് ഒട്ടും വിശ്വാസമില്ലേ? അവന് വിശ്വാസമില്ല. അവന് വിശ്വാസം നഷ്ടപ്പെട്ടു. അവനിപ്പോ ചെന്നൈയിൽ ഒരു ഐസ്ക്രീം കടയിൽ പോയി നിൽക്കുവാണ്. വിശ്വാസം നഷ്ടപ്പെട്ട് അനുസരണകൾ കാണിച്ച് എതിർബുദ്ധിയിൽ അവൻ വീട് വിട്ടു പോയില്ലേ? വീട് വിട്ട് പോയി ജോലിക്കായിട്ട് പോയേക്കുക. ജോലിക്ക് വന്നിട്ട് കുറേശ്ശെ പൈസ അയച്ചു തരുന്നുണ്ട്. പക്ഷെ ഒരു നല്ലൊരു ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ പള്ളിയിൽ പോകുന്നില്ല, കുദാശകളില്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല. വിശ്വാസമില്ല. തെറ്റായൊരു പ്രേമബന്ധമുണ്ട്. തെറ്റായൊരു ബന്ധത്തിലുണ്ട് അല്ലേ? ദൈവമേ, നാം വിഷമിക്കണ്ട കേട്ടോ. കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിക്കുക. നമ്മൾ ഈ വചനങ്ങളെല്ലാം കേൾക്കുന്നില്ലേ? കർത്താവിന്റെ വചനത്തിൽ, വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. കർത്താവെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആ മകന് വേണ്ടി യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 3-ാമത്തെ വചനം സഹോദരൻ ഏറ്റുപറഞ്ഞ് എന്നും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. വിശുദ്ധിയോടെ, കൃപയോടെ നിങ്ങൾ ജീവിക്കുമ്പോൾ ആ മകന്റെ മേൽ ദൈവശക്തി ഇറങ്ങും. ആ മകനെ യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 3-ാമത്തെ വചനം നമ്മുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രോമിസ് ആട്ടോ. യെശയ്യാ 44 വചനം 3 കേട്ടോ. വചനം 3 നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വല്ലാത്തൊരു പീഡയിലാണ് ഈ അപ്പൻ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കി. ഇതൊരു കുടുംബത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, ഇന്ന് അനേകം കുടുംബങ്ങളിൽ
നമ്മുടെ മക്കൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. പള്ളി വേണ്ട, വചനം വേണ്ട, പരിശുദ്ധ കുദാശകൾ വേണ്ട, സഭ വേണ്ട. അനേകർ ദൈവനിഷേധത്തിലേക്ക്, എത്തിസ്റ്റുകളായി, നിരീശ്വരവാദത്തിലേക്ക്, യുക്തിചിന്തകളിലേക്ക്, പലരും ഫ്രീ തിങ്കേഴ്സായിട്ട് മാറുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് കുടുംബങ്ങളൊപ്പം ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടു. പ്രണയബന്ധം, മാതാപിതാക്കൾ ആഗ്രഹിക്കാത്ത, അപ്പനെ അമ്മയും വേദനിപ്പിക്കുന്ന പ്രേമബന്ധത്തിൽ പെട്ടുപോയി. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാവിധ അരാജകത്വങ്ങളായി. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാ വിധത്തിലുള്ള മ്ലേച്ഛതകളായി. നമുക്ക് പ്രാർത്ഥിക്കാം ആ കുഞ്ഞിന് വേണ്ടി, അവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഇതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ട് പ്രേമബന്ധങ്ങളിൽ, പ്രണയ കുരുക്കുകളിൽപ്പെട്ട് പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിച്ച് നമ്മൾ കരങ്ങൾ ഉയർത്താൻ പോവാ. അഭിഷേകം ഇറങ്ങുന്ന സമയം, ദൈവശക്തി വെളിപ്പെടുന്ന സമയം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തീ പോലെ കത്തുന്ന സമയം. കരമുയർത്തി വിശ്വസിച്ച് വിളിക്കേ. എന്റെ സഹോദരങ്ങളെ വിശ്വസിക്കേ. എന്റെ മാതാപിതാക്കളെ ഒന്നിച്ച് വിളിക്കേ. യേശു നാമം വിളിക്കേ. അവിടുത്തെ അത്ഭുത നാമത്തെ വിളിക്കേ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിക്കണമേ. അവിശ്വാസത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, ദൈവദൂഷണത്തിന്റെ, വിശ്വാസരാഹിത്യത്തിന്റെ, വിശ്വാസത്യാഗത്തിന്റെ പൈശാചിക ബന്ധനങ്ങള്, പൈശാചിക പീഡകള്, പൈശാചിക നുഖങ്ങള് യേശു നാമത്തിന്റെ അനന്തശക്തിയാൽ നിർവീര്യമാകട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളിലും വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസത്തിന്റെ തീ കത്തട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രേമബന്ധങ്ങളിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന തെറ്റായ ബന്ധങ്ങള്, പ്രണയ കുരുക്കുകള്, ആ കെട്ടുപാടുകളെ പരിശുദ്ധാത്മാവേ അഴിച്ചു മാറ്റണമേ. റിലീസ്. ഇതിന്റെ പുറകിലുള്ള പൈശാചിക ശക്തികളെ, നാരിക രൂപികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. I bind all the spirits in the name of Jesus. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, മക്കളെ കുറിച്ച് ആനന്ദം ഉണ്ടാകട്ടെ. കരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു, ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഓ, ശക്തമായൊരു അഭിഷേകം കർത്താവ് പകരുന്നുണ്ട്. നിങ്ങൾ പ്രാപിച്ചോ? ഈ അഭിഷേകം നിങ്ങൾ ഏറ്റെടുത്തോ? വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. മാതാപിതാക്കളായ നമ്മൾ ഈ വചനത്തിൻ്റെ അഭിഷേകം ഏറ്റെടുക്കണം. ഈ വചനത്തിൻ്റെ കൃപയിൽ നിറയണം. എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, നിങ്ങളെ മുഖാമിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനു വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അവിടെ പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എൻ്റെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ച്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇടമുറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? വിശ്വാസമില്ലാത്ത, സത്യവിശ്വാസത്തിന് വെളിച്ചം കെട്ടുപോയ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വീണ്ടും വിശ്വാസത്തിൻ്റെ തീ കത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. വിശ്വാസത്തിൻ്റെ കുറവ് നികത്തി അവരെ കൃപയുള്ളവരാക്കാൻ, അഭിഷേകമുള്ളവരാക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ദൈവത്തിനൊന്നും
അസാധ്യമല്ല. ഒരിക്കൽ കൂടെ പറഞ്ഞ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ പൗലോസ് എന്താ ചെയ്യുന്നത്? രാപ്പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പരിശുദ്ധ ജപമാല കരങ്ങളിലെടുത്ത് നമ്മൾ നിലവിളിച്ച് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും. അവരെ ബന്ധിച്ച പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു മാറും. അവരെ സ്വാധീനിച്ചിരിക്കുന്ന നരകത്തിന്റെ രൂപികള്, പീഡകള് വിട്ടൊഴിഞ്ഞു പോകും. സംശയിക്കണ്ട മാതാപിതാക്കളെ. എത്ര വലിയ ദൈവനിഷേധമാകട്ടെ, നമ്മുടെ മക്കൾ ചിലപ്പോൾ എത്തീസ്റ്റുകളായിട്ടുണ്ടായിരിക്കും, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥനയില്ല, പരിശുദ്ധ കുദാശകളില്ല, ദൈവവചന വായനയില്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അലസത, അനാസ്ഥ, എതിർചിന്ത, വിപരീത ബുദ്ധി. എത്ര വലിയ പൈശാചിക ബന്ധനത്തിലാണെങ്കിലും ആ ബന്ധനത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് അവരെ സത്യവിശ്വാസത്തിൻ്റെ തീനാവുകളാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കഴിയും. അതാണ് പരിശുദ്ധ വചനം പറയുന്നത്. വിശ്വാസത്തിൻ്റെ കുറവ് നികത്തി അവരെ കൃപയുള്ളവരാക്കാൻ ഞങ്ങൾ രാപ്പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വചനത്തിൽ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ സ്വാധീനിച്ചിരിക്കുന്നത് ചില പൈശാചിക അരൂപികളെ, പൈശാചിക പീഡകളെ, തെറ്റായ പ്രണയബന്ധങ്ങൾ, പാപത്തിലേക്ക് വശീകരിക്കുന്ന പൈശാചിക അരൂപികൾ, വഞ്ചനാത്മകമായ വാക്കുകളിലൂടെ, അർത്ഥശൂന്യമായ വാക്കുകളിലൂടെ, ചക്രവർത്തമാനങ്ങൾ, തേനൊലിപ്പിക്കുന്ന വാക്കുകൾ, മുഖസ്തുതിയുടെ വാക്കുകൾ പറഞ്ഞ് ഇന്ന് അനേകം കുഞ്ഞുങ്ങളെ പിശാച് കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അതിലൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ വചനമാണിത്. നിങ്ങൾ അങ്ങനെയുള്ള ചതിക്കെണികളിൽ പെട്ടുപോകരുത്. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവില്ല. ശ്രദ്ധിക്കണം. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും. അതിനുള്ള സൊല്യൂഷൻ എന്താണ്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. നമ്മുടെ മക്കൾ വീണ്ടെടുക്കപ്പെടും, അവർ വിടുവിക്കപ്പെടും, ദൈവശക്തിയിൽ അവർ പൂരിതരാകും, ദൈവകൃപയിൽ അവർ നിറയപ്പെടും, ദൈവാത്മാവിനാൽ അവർ അഭിഷേചിതരാകും. ഹല്ലേലൂയ. മാതാപിതാക്കളെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മക്കളിൽ. പൈശാചിക പീഡകള്, നരകത്തിൻ്റെ അരൂപികള്, ദൈവനിഷേധത്തിൻ്റെ ചിന്തകള്, പലവിധത്തിലുള്ള അനുസരണക്കേടുകള്, മറുതലിപ്പുകള്, അനാസ്ഥകള്, അലസത, മടി, അശുദ്ധിയുടെ ബന്ധനങ്ങള്, അവിശ്വസ്തതയുടെ കെട്ടുകള്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് അഴിച്ചു കളയും. എപ്പോൾ? നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ. നമുക്കൊരു കോളും കൂടി നമുക്കെടുക്കാം. ഒത്തിരി മക്കൾ, ഒത്തിരി പേരൻസ് വിളിക്കുകയാണ്. ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. സഹോദരി, കേൾക്കുന്നുണ്ടോ? എന്താണ് സഹോദരി, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? എന്താ വിഷയം? എന്റെ മോനെ മദ്യപാനത്തിന് അടിമയാണ്. അവന് ജോലിയും വേണ്ട, വിശ്വാസം ഇല്ല. 3 മാസത്തിന് മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഡിസംബർ 25-ാം തീയതി കൊണ്ടുവന്ന് ഞാൻ പിന്നെ ഈ മദ്യം നിർത്താൻ വേണ്ടി ആക്കിയത്. അവൻ എന്ത് പ്രായമുണ്ട് ഇപ്പോ? അവൻ എന്ത് പ്രായമുണ്ട്? 39 വയസ്സുണ്ട്. 39 വയസ്സുണ്ട്. ആദ്യത്തെ ഭാര്യ മരിച്ചു പോയപ്പോഴാണ് തുടങ്ങിയത്, ക്യാൻസർ ആയിട്ട്. എത്ര വർഷമായി അവൻ മദ്യപാനത്തിന് അടിമയായിട്ട്? ഇപ്പൊ ഒരു 8 വർഷത്തോളം ആയിട്ടുണ്ട് മദ്യപാനത്തിന് അടിമയായിട്ട്. ഇപ്പൊ ആശുപത്രിയിലാണ്. ഇപ്പൊ മദ്യപാനത്തിന് അവൻ ആ ട്രീറ്റ്മെന്റിലാണല്ലേ? ആണ്. ഇപ്പൊ സ്കൂളിൽ ഒന്നും പോകത്തില്ല, ഇങ്ങനെ കുടിച്ചു വരിക, ഉറങ്ങുക, കിടക്കുക, ഇത് തന്നെയുള്ള ജോലി. പ്രാർത്ഥനയും പള്ളിയും അതുപോലെ തന്നെ അവൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിലും ഉത്സാഹം കാണിക്കുന്നില്ല.
ഉത്സാഹം കാണിക്കത്തില്ല. പ്രാർത്ഥന കണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഉടനെ TV കട്ട് ചെയ്ത് കളഞ്ഞ് ഈശോ, നിർത്തിക്കളയും. ഓക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കണ്ടു. അമ്മയുടെ വേദന കണ്ടു, ആ കണ്ണുനീര് കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, ഒരു കുഞ്ഞുണ്ട്, നമ്മൾ ഒരുമിച്ച് ഒരു കുഞ്ഞ്. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അവനിൽ ദൈവശക്തി വ്യാപരിക്കാൻ, പരിശുദ്ധാത്മൻ്റെ കൃപയുണ്ടാകാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭാരപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട കേട്ടോ. നമ്മളിത് ആയിരങ്ങളിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇത് സഹോദരിയുടെ മാത്രം വിഷയമല്ല. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ ഇതുപോലെ വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. കണ്ടു, മകൻ്റെ മദ്യപാനം, മക്കളുടെ പാപദുശീലങ്ങൾ, വഴിവിട്ട ജീവിതങ്ങൾ, അനുസരണക്കേടുകൾ, തെറ്റായ ബന്ധങ്ങൾ, അതുപോലെ തന്നെ പലവിധ അടിമത്വങ്ങൾ, മാതാപിതാക്കളോട് ഒരു കൺസേണില്ല, ഒരു കരുതലില്ല, കുടുംബത്തോട് ഒരു ഉത്തരവാദിത്വമില്ലാതെ തോന്നിയതുപോലെ ജഡീകമായി ജീവിക്കുന്ന എത്ര മക്കളാണെന്നറിയൂ. അവരെ ഓർത്ത് നൊന്ത് നീറുന്ന അനേകം മാതാപിതാക്കൾ. ഈ അമ്മയുടെ കണ്ണുനീരിന് നമ്മൾ ചേർത്ത് വെച്ച് ദൈവസേന നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് കർത്താവിൽ നിന്ന് ശക്തി ഇറങ്ങുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുവാൻ, ഈ അൾത്താരിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ, ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ, ദിവ്യകാരുണ്യത്തിന് ശക്തി വ്യാപരിക്കുവാൻ, സ്വർഗത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് കരമുയർത്തി വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ, മറ്റ് ലഹരിയുടെ എല്ലാ അടിമത്തങ്ങളും, എല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിന്റെ അനന്ത ശക്തിയാ, യേശു വചനത്തിന്റെ അനന്ത ശക്തിയാ, യേശുവിന്റെ തിരുരക്തത്തിന്റെ അനന്ത ശക്തിയാ ഇപ്പോൾ മക്കളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ശ്രദ്ധിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അനേക മക്കളിലേക്ക് കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. കുഞ്ഞുങ്ങളെല്ലാം ദൈവശക്തിയിൽ നിറയട്ടെ. കുടുംബങ്ങളിൽ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ദേശങ്ങളിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവേ, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകമായി നീ ശ്രദ്ധിക്കുക. എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദാന വചനങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് കാണാൻ പോവാണ്. നിങ്ങളെല്ലാ ദിവസവും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച്, ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ, അവർ അനുഭവിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അവർക്ക് വീണ്ടെടുപ്പുണ്ടാകാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ വചനം യെശയ്യാ പ്രവചനം 8:18. നിങ്ങളെ വചനം ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവചനം 8:18. അവിടെ എന്താ പറയുന്നത്? നമുക്ക് ദൈവം തന്നിരിക്കുന്ന മക്കള്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേലിൽ ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ മൊബൈലിൽ അത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. യെശയ്യാ 8:18 നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രോമിസാണത്. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ മക്കൾ ദൈവമായ കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ മക്കള് ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഈ വചനം അവരിൽ കൃപയായി മാറാൻ, ലിറ്ററലി ആക്ഷരികമായി ഈ വചനം അവരിൽ അഭിഷേകമായി വെളിപ്പെടാൻ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം. വീണ്ടും യെശയ്യാ പ്രവചനം 44:3 കർത്താവിൻ്റെ പ്രോമീസ്, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അവിടെ എന്താ പറയുന്നത്? നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. കർത്താവിൻ്റെ പ്രോമീസാണ്. നമ്മുടെ സന്താനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. നമ്മുടെ മക്കളുടെ മേൽ കർത്താവ് അനുഗ്രഹം വർഷിക്കും. അവർ എത്ര വലിയ പാപബന്ധനത്തിലാണെങ്കിലും, മ്ലേച്ഛതയിലാണെങ്കിലും, അവിശ്വാസത്തിലാണെങ്കിലും, ദൈവനിഷേധത്തിലാണെങ്കിലും, അനുസരണക്കേടിലാണെങ്കിലും, വിപരീത ബുദ്ധിയിലാണെങ്കിലും, എതിർ ചിന്തയിലാണെങ്കിലും ആ കെട്ടുപൊട്ടിച്ച് നമ്മുടെ മക്കളെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ ശക്തനായവനാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രോമിസിൽ വിശ്വസിക്കുക, ഈ വാഗ്ദാന വചനത്തിൽ വിശ്വസിക്കുക. വചനം മറക്കരുത്. യെശയ്യാ പ്രവചനം 44:3. വീണ്ടും
പഠന മേഖലയിൽ മക്കളുടെ ഭാവി ഓർത്ത്, പഠനത്തെ ഓർത്ത് ആകുലപ്പെടുന്ന, ആശങ്കപ്പെടുന്ന മക്കളോട് മാതാപിതാക്കളോട് കർത്താവ് പറയുന്നു, യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 13-ാമത്തെ വചനം. നമുക്ക് പലർക്കും ആ വചനം അറിയാം, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് നിൻ്റെ പുത്രരെ, നിൻ്റെ മക്കളെ പഠിപ്പിക്കും. കർത്താവ് നമ്മുടെ മക്കളെ പഠിപ്പിക്കും. അവർ ശ്രേയസ്സാർജിക്കും, അവർ അഭിവൃദ്ധി പ്രാപിക്കും, അവർ അനുഗ്രഹം പ്രാപിക്കും, അവർ മഹത്വമുള്ളവരാകും. അപ്പോൾ പഠന മേഖലയിൽ അനുഗ്രഹം വരാൻ വിശ്വസിച്ച് ഈ വചനം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മാതാപിതാക്കൾ ജീവിത വിശുദ്ധിയോടെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2:17 നിങ്ങൾ ശ്രദ്ധിച്ച്. ആക്ട്സ് ചാപ്റ്റർ 2:17. അപ്പോസ്തല പ്രവർത്തനം 2:17 പറയാണ്, കണ്ടോ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നമ്മുടെ മക്കൾ പ്രവചിക്കും, അവർ പരിശുദ്ധാത്മാവിൽ നിറയും, അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കും, അവർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. നമ്മുടെ യുവജനങ്ങളെല്ലാം അവർ പ്രവാചക ദർശനങ്ങളുള്ളവരാകും. എൻ്റെ സഹോദരങ്ങളെ, എത്ര മനോഹരമായ വചനങ്ങളാണ്. ഒരു വചനം കൂടിയും പറഞ്ഞ് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 49:26. മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവരെ വിശ്വാസത്തിൽ കണ്ട് അവർ അനുസരിക്കാത്തവരാണെങ്കിലും വിശ്വസിക്കാത്തവരാണെങ്കിലും മക്കൾക്ക് വേണ്ടി നമ്മൾ വിശ്വസിക്കണം. മക്കൾക്ക് വേണ്ടി നമ്മൾ കർത്താവിനെ അനുസരിക്കണം. അപ്പൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തിൻ്റെ ശക്തി പരിശുദ്ധ വചനം പറയുകയാണ്, നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. ഞാൻ എൻ്റെ സ്റ്റഡി ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ നിത്യപർവ്വതങ്ങൾ, ശാശ്വതഗിരികൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ഫാദേഴ്സാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയും പ്രാർത്ഥിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ മക്കളുടെ ശിരസിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും നമ്മുടെ മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. എന്നാൽ അതിനേക്കാൾ വലിയ ശക്തിയാണ്, അനുഗ്രഹമാണ് അവർക്ക് ജന്മം നൽകാൻ ദൈവം ഉപയോഗിച്ച് തെരഞ്ഞെടുത്ത അവരുടെ സ്വന്തം മാതാപിതാക്കൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉൽപ്പത്തി 49:26 വിശ്വസിക്കുക. നിങ്ങൾ എല്ലാ ദിനവും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ വിശ്വസിക്കുക സഹോദരങ്ങളെ. എല്ലാ മാസവും നമ്മൾ ഇതുപോലെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഷെക്കൻ ന്യൂസിലൂടെ പ്രത്യേകമായ ഈ ലൈവ് ശുശ്രൂഷ നടത്തുകയാണ്. ജൂൺ മാസത്തിലെ ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്യും. നിങ്ങളെല്ലാവരും ആ ദിവസം അനേകരോട് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ വീണ്ടെടുക്കാം, നമ്മുടെ തലമുറകളെ വീണ്ടെടുക്കാം. ഈ ഒരു തീരുമാനവും സമർപ്പണവും മാതാപിതാക്കളെ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം ഒരുപാട് പ്രാർത്ഥന നിയോഗങ്ങൾ വന്നിട്ടുണ്ട് അനേകം സ്ഥലങ്ങളിൽ നിന്ന്. ഈ മൊബൈൽ മുഴുവൻ ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം. പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം.
ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ഈശോയേ. ദാനമായി അവൻ നൽകിയിടും. ഈശോയേ. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പരിശുദ്ധ കൃപാലയായി ഇത് ഈശോ കടന്നു വരുന്നു. ഈ അൾത്താരയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് കണ്ണുനീരോട് നിലവിളിക്കുന്നു. യേശുവേ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈശോ, ഈശോ, ആമേൻ. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കുന്നു. സംഘ തുറന്ന്, ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അത്ഭുത ശക്തി പുറപ്പെടട്ടെ. ഓരോ മകനിലേക്കും മകളിലേക്കും കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. വീണ്ടെടുപ്പിന്റെ ശക്തി, വിമോചനത്തിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, അനുഗ്രഹത്തിന്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും മാതാപിതാക്കളിലേക്കും ഒഴുകപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവ്, സർവശക്തനായ ദൈവം, സർവാധിപനായ കർത്താവ് തിരുവോസ്തിരൂപനായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുകയാണ്. സഹായം ദൈവത്തിൽ നിന്ന്. നിങ്ങൾ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ജീവിക്കുന്ന കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമ്മുടെ സഹായം ഇവിടെ മാത്രമാണ്. ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഒരിക്കലും നമ്മെ തള്ളിക്കളയാത്ത നിത്യ സ്നേഹമാണ് നമ്മുടെ ഈശോ. ദാവീദ് പ്രാർത്ഥിച്ചില്ലേ, എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും? പ്രിയ മാതാപിതാക്കളെ, നമ്മൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. സഹായം എവിടെ നിന്ന് വരും? മക്കളെ വീണ്ടെടുക്കുവാൻ, അവരെ വിമോചിപ്പിക്കുവാൻ, അവര് നന്നാകുവാൻ, അവർ കൃപയുള്ളവരാകുവാൻ നിങ്ങൾക്ക് എവിടുന്ന് സഹായം വരും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. സഹായം ദൈവത്തിൽ നിന്ന്. സഹായം ദൈവത്തിൽ നിന്ന്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഒത്തിരിയേറെ നിയോഗങ്ങൾ, ഒരുപാട് നിയോഗങ്ങള്, നൂറുകണക്കിന് നിയോഗങ്ങളാണ് അയച്ചിരിക്കുന്നത്. നമ്മൾ ഏതാനും മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഡെയ്സി കണ്ണൂർ, ലിസമ്മ തൊടുപുഴ, ഷേർലി കൊല്ലം, റോയ് ചങ്ങനാശ്ശേരി, ഷൈബി ആലുവ, റാണി എടുത്വ, മിനി കോതമംഗലം, ലിസി പുഷ്പദാസ്, ഭീന തൃശൂർ, അനീറ്റ ഒളരി, സജി അർത്തുങ്കൽ, ഡെയ്സി മാള, റീന ജോസ് ഒല്ലൂർ, ശോഷം ചാലക്കുടി, ജോസഫ് കണ്ണൂർ, ദീപ ആലുവ, മേരി വൈക്കം, റാണി വിൻസെന്റ്, ഏലമ്മ ചങ്ങനാശ്ശേരി, ത്രേസ്യമ്മ തോക്കാട്, തങ്കമണി പളുതുരുത്തി, അനിത എറണാകുളം, ത്രേസ്യമ്മ കാഞ്ഞിരപ്പള്ളി, റോസമ്മ കണ്ണൂർ, ശില്പ ജോസ്, ആലീസ് പൂപ്പാറ, കൊച്ചുറാണി പാപ്പച്ചൻ മണ്ണപ്പുറം, ഇന്ദിര പാലക്കാട്, മേരി പുത്തൻവേലിക്കര, വിമല മുണ്ടക്കയം, ലിസമ്മ തൊടുപുഴ, ഗ്രേസി ഡൽഹി, മറിയാമ്മ തിരുവനന്തപുരം, ചിമ്മ കോയം, ഐറിൻ ലീല, ചാണ്ടി ലിസ, ഇവരെ ഖത്തറിൽ നിന്ന് പ്രാർത്ഥനയായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
ആൻസി ചങ്ങനാശ്ശേരി, ഒരുപാട് പേരുകൾ. എൻ്റെ സഹോദരങ്ങളെ, ഒത്തിരി നിയോഗങ്ങള് നമുക്ക് വന്നിരിക്കുന്നത്. അനേകം പേര് കണ്ണുനീരോടെ നിയോഗങ്ങൾ എഴുതിയിരിക്കുകയാണ്. വീട് വിട്ടുപോയ മക്കൾ തിരിച്ചു വരാൻ, മക്കളുടെ മൊബൈൽ അഡിക്ഷൻ മാറാൻ, മദ്യപാനം, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മകന്റെ മാനസാന്തരത്തിനായി, അന്യവിശ്വാസത്തിലും മതത്തിലുമായി പ്രണയത്തിലായ മകന് വേണ്ടി, ദൈവത്തിനകന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മകന് വേണ്ട കേസ് തീരാൻ, പ്രണയബന്ധത്തിൽപ്പെട്ട മകനായി പ്രാർത്ഥിക്കാൻ, തെറ്റായ ബന്ധത്തിലായി മൂത്ത മകന് വേണ്ടി, മകന്റെ മദ്യപാനം മാറാൻ, മകന്റെ പേരിലുള്ള കള്ളക്കേസിൽ ജാമ്യം കിട്ടാൻ. സഹോദരൻ, ഒത്തിരി മേഖലകളിൽ അനേകം മാതാപിതാക്കള് വേദനിച്ച് നീറിക്കഴിയുന്നു. വിവാഹം നടക്കുന്നില്ല മകന്റെ. അതുപോലെ തന്നെ ആക്സിഡന്റിൽ തളർന്നു കിടക്കുന്ന മകൻ, അവനെ ഓർത്ത് വേദനിച്ച് മാതാപിതാക്കൾ എഴുതിയിരിക്കുകയാണ്. ഈശോയെ 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 ഈശോയെ, വിശ്വാസം വർദ്ധിക്കാൻ കർത്താവേ സ്തുതിക്കുന്നു. ഒത്തിരി നിയോഗങ്ങൾ, നൂറുകണക്കിന് നിയോഗങ്ങൾ വന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിയോഗങ്ങളെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈ സമയം പരിശുദ്ധ കുർബാനയിൽ നിന്ന്, അൾത്താരയിൽ നിന്ന് അത്ഭുത ശക്തി ഒഴുകപ്പെടുവാൻ, അത്ഭുത ശക്തി പ്രയോഗിക്കപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ, കർത്താവിൽ നിന്ന് തീയിറങ്ങുവാൻ, ഈ അൾത്താരയിൽ നിന്ന് ഓരോ ഭവനത്തിലേക്കും, ഓരോ മകനിലേക്കും മകളിലേക്കും ദൈവശക്തി പുറപ്പെടുവാൻ, ദൈവകൃപ പുറപ്പെടുവാൻ, അഭിഷേക ശക്തി വ്യാപരിക്കുവാൻ നമ്മൾ ഒന്നിച്ച് കരമുയർത്തി വിളിക്കുന്നു. യേശുവേ, എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളിലേക്കും അത്ഭുത ശക്തി ഇറങ്ങട്ടെ. പൈശാചിക കെട്ടുകള്, നരകത്തിന്റെ ബന്ധനങ്ങള്, തിന്മയുടെ പോരുകള്, അന്ധകാരാധിപത്യങ്ങള് ദിവ്യകാരുണ്യത്തിന്റെ അനന്തശക്തിയാൽ തകർക്കപ്പെടട്ടെ, നിർവീര്യമാകട്ടെ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. മാതാപിതാക്കളെ കർത്താവേ കണ്ണീര് കണ്ട് അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. എന്റെ പ്രിയ മാതാപിതാക്കളെ, ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കൾ ചെയ്തു പോയ എല്ലാ അനുസരണക്കേടുകളെ ഓർത്ത്, ദൈവപ്രമാണങ്ങളുടെ ലംഘനങ്ങളെ ഓർത്ത്, അവരുടെ അശുദ്ധ ജീവിതത്തെ ഓർത്ത്, പാപത്തിന് വിവിധങ്ങളായ മ്ലേച്ഛതകളെ ഓർത്ത്, തെറ്റായ പ്രണയബന്ധത്തിൽപ്പെട്ട് കർത്താവിനെ വേദനിപ്പിക്കുന്നതിനെ ഓർത്ത്, മദ്യപാനവും മയക്കുമരുന്നും മറ്റ് ജഡീകപരമായ ജീവിതം മൂലം കുടുംബത്തെ, സഭയെ, ഈശോയെ വേദനിപ്പിക്കുന്നതിനെ ഓർത്ത് എല്ലാം മാപ്പ് ചോദിച്ച്, മാതാപിതാക്കളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുക. നമ്മൾ കണ്ണുനീരോടെ വിളിക്കുക, നമ്മൾ കണ്ണുനീരോടെ വിളിക്കുക. സഹോദരങ്ങളെ, എത്ര കർത്താവ് ഇത് കാണണേ, എത്ര മാതാപിതാക്കളാണെന്നറിയോ, കണ്ണുനീരോടെ നൂറുകണക്കിന് മാതാപിതാക്കൾ എഴുതിയിരിക്കുകയാണ്. ഇഗ്നേഷ്യസ് അമ്പഴക്കാട്, ക്ലാര ലിസമ്മ തിരുവല്ല, ഫ്രാൻസിസ് വടക്കാഞ്ചേരി, മേരി മഞ്ഞപ്ര, വാവച്ചൻ മുണ്ടക്കയം, ജോർജ് ഇരിങ്ങാലക്കുട, ക്രിസ്റ്റി ഇടുക്കി, മഞ്ജു തലയോലപ്പറമ്പ്, കുട്ടപ്പായ ആലപ്പുഴ, മോനിച്ചൻ കുനാട്, മാത്യു കട്ടപ്പന, ജീമോൻ കണ്ണൂർ, തോമസ് മൂവാറ്റുപുഴ, റോസിലി പടന്തുരുത്തി, മോളമ്മ തിരുവല്ല. ഒരുപാട് നിയോഗങ്ങള്, പ്രാർത്ഥനകള്. എൻ്റെ സഹോദരങ്ങളെ, ഇതിനെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇനി ഇത് വായിക്കാത്ത നൂറുകണക്കിന് മാതാപിതാക്കൾ നിയോഗങ്ങൾ ഇതിനകം വന്നിട്ടുണ്ട് കർത്താവേ. അതുപോലെ തന്നെ അനേക കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, ലോകത്തിന് അനേക ദിക്കുകളിൽ മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ വേദനകളെ ചേർത്ത് വെച്ച് ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ മക്കളോട് കരുണ കാണിക്കണം കർത്താവേ. ഞങ്ങളുടെ മക്കളിലേക്ക് കൃപ ചൊരിയണം കർത്താവേ. പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് കർത്താവേ, അവിടുത്തെ അനന്ത കൃപകൾ ഒഴുകപ്പെടട്ടെ. അവരെ ബാധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങള്, തിന്മയുടെ അരൂപികൾ
ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, അന്ധകാര കോട്ടകള്, ദിവ്യ കാരുണ്യത്തിന്റെ പരിശുദ്ധ കുർബാനയുടെ അനന്ത ശക്തിയാൽ, ദൈവ കരുണയുടെ അനന്ത യോഗ്യതയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അത്ഭുത കൃപയാൽ നിർവീര്യമാകട്ടെ, ചിതറിക്കപ്പെടട്ടെ, അതെല്ലാം തകർക്കപ്പെടട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. കരങ്ങൾ കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കുക. കരങ്ങൾ കുരിശാകൃതി വിരിച്ചു പിടിച്ച് നമ്മുടെ മക്കളുടെ നിരവധിയായ വചന ലംഘനങ്ങൾക്ക് വേണ്ടി, അവരുടെ തെറ്റായ പാപകരമായ ജീവിതത്തെ പ്രതി സഭയോടും ഈശോയോട് അവർ കാണിക്കുന്ന, അവരറിഞ്ഞും അറിയാതെയും കാണിക്കുന്ന എല്ലാ പാപങ്ങളെ ഓർത്തും മാതാപിതാക്കളെ നമ്മൾ അനുദപിച്ച് കണ്ണുനീരൊഴുക്കി, കർത്താവേ ഞങ്ങളെ മക്കളെ വീണ്ടെടുക്കണമേ, ഞങ്ങളെ തലമുറകളെ രക്ഷിക്കണമേ. ഞങ്ങളെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ, നശിച്ചു പോകാൻ കർത്താവെ അനുവദിക്കരുതേ. പ്രണയബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. അന്യമത വിശ്വാസങ്ങളിലേക്ക്, അന്യവിശ്വാസങ്ങളിലേക്ക് പോയിരിക്കുന്ന ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ വിടിവിക്കപ്പെടട്ടെ, വീണ്ടെടുക്കപ്പെടട്ടെ. കർത്താവേ കരുണ ചൊരിയണമേ. കരങ്ങൾ വിരിച്ചു പിടിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോ തെന്നും അപ്പാ ഞങ്ങളുടെ ലോകം മുഴുവന്റെ ലോകം മുഴുവന്റെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന കർത്താവേ, കർത്താവേ കരുണ കാണിക്കണം. ഞങ്ങളുടെ മക്കളോട് കൃപ ചെയ്യണമേ. എല്ലാ അശുദ്ധികളിൽ നിന്നും, എല്ലാ പാപമ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ പൈശാചികാധിപത്യങ്ങളിൽ നിന്നും, എല്ലാ ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ വീണ്ടെടുക്കണമേ. കർത്താവേ രക്ഷിക്കണമേ. കർത്താവെ വിമോചിപ്പിക്കണമേ. ഈശോ, ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി കർത്താവ് തരുന്ന നിരവധിയായ കൃപകൾ ഏറ്റെടുക്ക്. നമ്മുടെ മക്കളിലേക്ക് കർത്താവ് പകരുന്ന, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് പകരുന്ന, നമ്മുടെ തലമുറകളിലേക്ക് കർത്താവ് പകരുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ, നന്മകളെ, വിമോചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, സർവശക്തനായ ദൈവമേ, ആരാധന, ആരാധന, ആരാധന. പ്രണയബന്ധത്തിന് കെട്ടുകൾ അടിയട്ടെ, മദ്യപാനത്തിന് കെട്ടുകൾ അടിയട്ടെ, കള്ളക്കേസുകൾ കെട്ടുകൾ പൊട്ടട്ടെ, അലസതയുടെ, അനാസ്ഥയുടെ, അശ്രദ്ധയുടെ കെട്ടുകൾ അടിയട്ടെ, മടിയുടെ ബന്ധങ്ങൾ അടിയട്ടെ, മറുതരിപ്പിന്റെ വിപരീത ബുദ്ധികള്, എതിർബുദ്ധികള്, അനുസരണക്കേടിന്റെ പൈശാചിക രൂപികൾ നിർവീര്യമാകട്ടെ. കഞ്ചാവ്, മയക്കമരുന്നുകള്, മറ്റ് പാപടിമത്തങ്ങള്, ഈ കെട്ടുപാടുകൾ അഴിയട്ടെ. മക്കളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ അഭിഷേകം ചലിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കരമുയർത്തി എല്ലാം മറന്ന് പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി സഹായം ദൈവത്തിൽ നിന്ന്, സഹായം ദൈവത്തിൽ നിന്ന്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഈ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ അൾത്താരയിൽ നിന്ന് അനേകം ദേശങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ ഈ അഭിഷേകത്തിന്റെ വ്യാപനം ഉണ്ടാകട്ടെ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ, 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 നന്ദി, 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് ഒരുങ്ങുകയാണ്.
എല്ലാ മാസത്തിലും മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്കായി സഹായം ദൈവത്തിൽ നിന്ന് ഈ ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. എല്ലാ മാസവും നിങ്ങൾ വന്ന് പങ്കെടുക്കണം. ഈ ഒരു ശുശ്രൂഷയുടെ കൃപയും അനുഗ്രഹവും വരും ദിനങ്ങളിൽ കർത്താവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതിന് ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഷെക്കേന ഓഫീസിലേക്ക് വിളിക്കണം. ഈ വാട്സപ്പിൽ വിളിച്ച് നിങ്ങൾ സന്തോഷം അറിയിക്കണം. നമുക്ക് ഒന്നിച്ച് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താം. ഒപ്പം സഹോദരങ്ങളെ, ഒരു വാക്ക്, നിങ്ങൾ ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമുക്കുണ്ട്. പ്രാർത്ഥനയുടെ ആത്മാവിൽ, പരിശുദ്ധാത്മശക്തിയിൽ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ ഈ മാധ്യമ ശുശ്രൂഷകൾ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹങ്ങളായി മാറാൻ നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. നിങ്ങൾ സഹായിക്കണം, പ്രാർത്ഥിക്കണം. ഇതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നിങ്ങൾ ചങ്ക് തരണം, നിങ്ങൾ കരങ്ങൾ നീട്ടണം. പരസ്യങ്ങളോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. പൂർണ്ണമായും നമ്മുടെ കർത്താവിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന മാധ്യമ ശുശ്രൂഷയാണ് ഷെക്കേന ന്യൂസ്. നിങ്ങൾ പലരും സഹായിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഈ നാളുകളിൽ ഇതിനെ സഹായിച്ച് സപ്പോർട്ട് ചെയ്യണം. അനേകരോട് ഈ മാധ്യമ ശുശ്രൂഷ നിങ്ങൾ പങ്കുവെക്കണം. അത് വലിയൊരു പ്രേക്ഷിത വേലയാണ്. നിങ്ങളെല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, ആവശ്യങ്ങൾ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ എല്ലാം നമുക്ക് വളരെ കുറച്ച് പേരുകൾ മാത്രമേ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 100 കണക്കിന് പേരുകൾ വന്ന് കിടക്കുന്നത്. ഇതെല്ലാം ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് കൃപ തരും. നമുക്ക് പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി കർത്താവിന് മുന്നിൽ മുട്ടുമടക്കി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് അവിടുത്തെ ആശീർവാദം നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കുമായി ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ദിവ്യവരങ്ങൾ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ മക്കളെ സുഖപ്പെടുത്തിയതിനായി, ഞങ്ങളെ തലമുറകളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിനായി നന്ദി കർത്താവേ. സഹായം ദൈവത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിച്ചല്ലോ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സുഖപ്പെടുത്തിയല്ലോ. നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.